ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കരിഞ്ജീരകം അഥവാ ബ്ലാക്ക് സീഡ് എന്ന് പറയുന്ന ഈ ഒരു കുഞ്ഞൻ ജീരകത്തിൻ്റെ കുറച്ച് ഗുണങ്ങളും ദോഷങ്ങളും നമുക്കിത് എങ്ങനെ കഴിക്കാമെന്നും ഇത് ആരൊക്കെ കഴിക്കാം ആർക്കെ കഴിക്കാൻ പാടില്ല എന്നുള്ളതൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് നല്ല ജീരകം, പെരുംജീരകം ഇവയെല്ലാം നമ്മൾ കറികളിൽ ചേർത്തും അതേപോലെ തന്നെ ആരോഗ്യ ഗുണങ്ങൾ നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് പല രൂപത്തിലും നമ്മൾ കഴിക്കാറുണ്ട്. എന്നാൽ പൊതുവേ നമ്മുടെ ഈ ഒരു കരിഞ്ജീരകം നമ്മൾ പാചകത്തിനൊന്നും തന്നെ ഉപയോഗിക്കാറില്ല. നമ്മൾ മുടിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് എണ്ണ കാച്ചുമ്പോൾ അതിലൊരു പ്രധാന ഘടകമായിട്ട് നമ്മൾ കരിഞ്ജീരകം ഉപയോഗിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തിനൊക്കെ മാത്രമായിരിക്കും ഒരുപക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നാൽ മരണമൊഴികെയുള്ള മറ്റെല്ലാത്തിനും മരുന്നാണ് കരിഞ്ജീരകം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട് കേട്ടോ. കാരണം അത്രയും അധികം മെഡിസിനൽ എഫക്റ്റുള്ള ഒരു വിത്താണ് കേട്ടോ നമ്മുടെ ഈ ഒരു കരിഞ്ജീരകം. അപ്പോൾ ഈ കരിഞ്ജീരകം നമുക്ക് കറുത്ത നിറത്തിലാണ് കേട്ടോ കാണപ്പെടുന്നത്. സാധാരണ നമ്മുടെ ജീരകത്തിനെ പോലെ അല്ലെങ്കിൽ നമ്മുടെ കറുത്ത എള്ളൊക്കെ പോലെയാണ് നമുക്ക് തോന്നുന്നത് കേട്ടോ ഇത് കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിനെ കലോഞ്ചി എന്നും ബ്ലാക്ക് സീഡ് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. നമ്മൾ സാധാരണ ഈ പാചകത്തിനൊന്നും ഉപയോഗിക്കാറില്ല കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഓയിലിലൊക്കെ നമ്മളുടെ ഹെയറിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് നല്ല ഉറക്കം കിട്ടുന്നതിന് വേണ്ടിയിട്ടും തലയൊക്കെ നന്നായിട്ട് തണുക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു സാധനം ചേർക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ചില ആയുർവേദ മരുന്നുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലൊരു പ്രധാന വസ്തുവായിട്ടും ഗർഭശുദ്ധിക്കൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാമെന്ന് നോക്കാം. ഇത് നമുക്ക് സാധാരണയായിട്ട് ഇത് ഉണക്കിയിട്ട്, അതായത് നമ്മൾ നല്ല വൃത്തിയായിട്ട് കഴുകി ഉണക്കിയിട്ട് നമുക്കിത് സൂക്ഷിക്കാൻ പറ്റും. ഇത് കഴുകി ഉണക്കിയത് നമുക്ക് നന്നായിട്ട് വറുത്ത് പൊടിച്ചിട്ട് നമുക്കിത് കഴിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇത് നമുക്കൊരല്പം വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് നമുക്ക് ആ വെള്ളം കുടിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു കരിഞ്ജീരകത്തിൻ്റെ ഓയിലും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇത് പല രോഗത്തിനും പല രീതിയിലാണ് കഴിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ തീർച്ചയായിട്ടും ഒരു വൈദ്യൻ്റെ, ഒരു വിദഗ്ധൻ്റെ ഉപദേശം തേടിയതിന് ശേഷം മാത്രം അതിൻ്റെ അളവൊക്കെ കഴിക്കുക കേട്ടോ. കാരണം നമുക്ക് ഈ ഒരു കരിഞ്ജീരകം സാധാരണയായിട്ട് അളവിലും കൂടുതലായിട്ട് കഴിക്കാൻ പാടില്ല എന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്കിതിൻ്റെ പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. നമ്മൾ പ്രമേഹത്തിന് നല്ലൊരു പ്രതിവിധിയാണ് കേട്ടോ കരിഞ്ജീരകം. ദിവസവും ഒരു നിശ്ചിത അളവിൽ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഗ്ലൂക്കോസ്, ഇൻസുലിൻ പ്രതിരോധം കുറയ്ക്കാനും അതേപോലെ തന്നെ ബീറ്റാ സെല്ലിൻ്റെ പ്രവർത്തനം വർദ്ധിപ്പിക്കാനുമൊക്കെ ഫലപ്രദമാണ്. അപ്പോൾ ദിവസവും നമ്മൾ സാധാരണയായിട്ട് ഈ പ്രമേഹ രോഗികളാണെങ്കിൽ ദിവസവും രാവിലെ ഇത് 1 ടീസ്പൂൺ 1 ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ വെറും വയറ്റിൽ കുടിക്കുന്നത് പ്രമേഹത്തെ നല്ല രീതിയിൽ നിയന്ത്രിക്കാൻ പറ്റുന്നതിനുള്ള ഒരു റെമഡി കൂടിയാണ് കേട്ടോ. അതേപോലെ തന്നെയാണ് കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാനും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഇത് നല്ല കൊളസ്ട്രോളിൻ്റെ മെച്ചപ്പെടുത്തുന്നതിനും അതേപോലെ തന്നെ ചീത്ത കൊളസ്ട്രോൾ പുറന്തള്ളുന്നതിനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇതിലൂടെ നമ്മുടെ ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാൻ വേണ്ടിയിട്ടും സഹായിക്കും. അതുപോലെ തന്നെ പൈൽസ്, മലബന്ധം എന്നിവയ്ക്കൊക്കെ നല്ലൊരു പ്രതിവിധിയാണ് ഈ ഒരു കരിഞ്ജീരകം. ഇത് വാദം, സന്ധിവേദന, അതേപോലെ തന്നെ ആസ്മ, സോറിയാസിസ്, ടോൺസിലൈറ്റിസിൻ്റെ പ്രോബ്ലംസ് ഉള്ളവർ, ആർത്തവ സംബന്ധമായിട്ടുള്ള അസ്വസ്ഥതകളുള്ളവർ, അതേപോലെ തന്നെ അമിതമായി രക്തസ്രാവം എന്നിവയ്ക്കൊക്കെ ഒരു ഉത്തമ പ്രതിവിധിയാണ് നമ്മുടെ ഈ ഒരു കരിഞ്ജീരകം. കൂടാതെ തന്നെ ഇത് തലച്ചോറിൻ്റെ പ്രവർത്തനത്തിനും ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. ഓർമ്മശക്തിക്കും ബുദ്ധിശക്തിക്കൊക്കെ ഉത്തമമാണ് ഈ ഒരു കരിഞ്ജീരകം. അതേപോലെ തന്നെ വയറിൻ്റെ ആരോഗ്യത്തിന് ഈ ഒരു ചെറിയ വിത്ത് വളരെ വളരെ ഗുണകരമാണ് കേട്ടോ. നമുക്ക് ഗ്യാസ് ട്രബിൾ, അതുപോലെ ആസിഡിറ്റി, വയർ വീർത്ത് വരുന്നത്, അൾസർ പോലുള്ള അസുഖങ്ങളെ തടയാൻ വേണ്ടിയിട്ടും ഇത് നല്ലൊരു പ്രതിവിധിയാണ്. നമ്മൾ പല പല രോഗങ്ങൾക്കും ഇത് കഴിക്കേണ്ടത് പല പല രീതിയിലും പല പല അളവിലുമാണ് കഴിക്കേണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് പ്രശ്നമാണ് ഉള്ളത് ആ ഒരു പ്രശ്നത്തിന് വേണ്ടിയിട്ടായിരിക്കണം കരിഞ്ജീരകം കഴിക്കുന്നത്. നമ്മൾ കരിഞ്ജീരകം ഇങ്ങനെ സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ഡയറ്റിൽ നമ്മൾ ഒരു റുട്ടീനാക്കി മാറ്റാനോ പാടുള്ളതല്ല കേട്ടോ. കാരണം ഇതിന് അത്രയും എഫക്റ്റ് ഉള്ള ഒന്നാണ്, നല്ല മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു ഐറ്റം ആണ് കേട്ടോ. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അസുഖവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വിദഗ്ധൻ്റെ ഉപദേശത്തോടു കൂടി മാത്രം കരിഞ്ജീരകം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഇതിൻ്റെ ഗുണങ്ങൾ പറയുന്നതോടൊപ്പം തന്നെ ഇതിൻ്റെ ദോഷങ്ങളും പറയേണ്ടതുണ്ട് കേട്ടോ. ചെറിയ രീതിയിലെങ്കിലും ഇത് ചിലർക്കെങ്കിലുമൊക്കെ ദോഷം ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അതായത് ഇത് കഴിക്കുന്ന ചെറിയ ഒരു ഭാഗം ആളുകളിൽ അലർജിക് കണ്ടീഷൻസ് കാണാറുണ്ട്. അതേപോലെ തന്നെ ഇത് നീണ്ട കാലയളവിൽ അങ്ങനെ കഴിക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമുക്കൊരു ആരോഗ്യ പ്രശ്നത്തിനാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ ആ ആരോഗ്യ പ്രശ്നം തീർന്ന ഉടൻ തന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ടും സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ. കാരണം നമുക്കിത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു ഡെയിലി ഡയറ്റായിട്ടൊന്നും ഇത് യൂസ് ചെയ്യാൻ പാടില്ല. ഇതൊരു മെഡിസിനാണ് കേട്ടോ. പൂർണ്ണമായിട്ടും ഒരു മെഡിസിനൽ എഫക്റ്റ് തന്നെയാണ് ഈ ഒരു കരിഞ്ജീരകത്തിനുള്ളത്. അതേപോലെ തന്നെ ദിവസവും നമ്മൾ കഴിക്കേണ്ടതിൻ്റെ അളവ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു വിദഗ്ധൻ്റെ ഉപദേശപ്രകാരം മാത്രമായിരിക്കണം. അതിപ്പോൾ പ്രമേഹമായാലും കൊളസ്ട്രോൾ ആയാലും BP ആയാലും എന്തിനാണോ നിങ്ങളിത് കഴിക്കുന്നത് അത് നല്ല ഒരു വിദഗ്ധൻ്റെ ഉപദേശത്തോടു കൂടി കഴിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം.
ഇല്ലെങ്കിൽ ഇത് മറ്റു ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് വഴിതിരിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അതേപോലെ തന്നെയാണ് ഇത് ആരൊക്കെയാണ് കഴിക്കാതിരിക്കുക അല്ലെങ്കിൽ കഴിക്കരുത് എന്നും പറയുന്നുണ്ട് കേട്ടോ. പ്രധാനമായിട്ടും ഗർഭാവസ്ഥയിലുള്ള സ്ത്രീകൾ ഒരു കാരണവശാലും ഈ കരിഞ്ജീരകം കഴിക്കരുത് കേട്ടോ. കാരണം ഇത് ഗർഭശുദ്ധിക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു വസ്തു ആയതുകൊണ്ട് തന്നെ അത് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ ഷുഗർ ലെവലൊക്കെ കുറയുന്ന ആൾക്കാരുണ്ടല്ലോ, അവരിത് ഒഴിവാക്കണം. BP ലോ ആവുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഇത് ഒഴിവാക്കേണ്ടതാണ് കേട്ടോ. അതേപോലെ തന്നെയാണ് ഈ രക്തസ്രാവം പോലുള്ള അസുഖങ്ങൾ ഉണ്ടാവുമല്ലോ, ഇൻറ്റേർണൽ ആയാലും ഇപ്പോൾ പുറത്തുള്ളതായാലും നമുക്ക് ഈ രക്തസ്രാവം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇത് ബ്ലഡ് കോട്ട് ചെയ്യുന്നതിന് തടയുന്ന ഒരു വസ്തുവാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് അമിതമായിട്ടുള്ള രക്തസ്രാവത്തിന് ഇത് വഴിതിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വളരെ വളരെ മെഡിസിനൽ എഫക്റ്റ് ഉള്ള നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാവുന്ന ഒന്ന് തന്നെയാണ് കരിഞ്ജീരകം. അപ്പോൾ മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധയോടുകൂടി കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ആരോഗ്യ പ്രശ്നമാണോ ഉള്ളത് ആ ഒരു ആരോഗ്യ പ്രശ്നത്തിന് ഒരു വിദഗ്ധൻ്റെ ഉപദേശത്തോടു കൂടി നിങ്ങളിത് കഴിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ മറ്റു ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.